വായ്പ തിരിച്ചടച്ചിട്ടും വ്യാജരേഖയുണ്ടാക്കി ആധാരം തിരിച്ചു നൽകാതെ കാഴ്ച പരിമിതനെ കബളിപ്പിച്ചു എന്ന പരാതിയിൽ സഹകരണ ബാങ്കിനെതിരെ മാള പോലീസ് കേസെടുത്തു. മേലൂടൂർ സ്വദേശി കൂട്ടാലപ്പറമ്പിൽ കുമാരന്റെ പരാതിയിലാണ് വെണ്ണൂർ സഹകരണ ബാങ്ക് മേലൂടൂർ ശാഖയിലെ 5 ജീവനക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. കുമാരൻ അറിയാതെ 2009 മുതൽ വ്യാജരേഖയുണ്ടാക്കി വീണ്ടും പണയം വെച്ച് 2 തവണയായി 15 ലക്ഷം രൂപ എടുത്തു എന്നാണ് പരാതി. എന്നാൽ കുമാരന്റെ വായ്പ ഇപ്പോഴും കുടിശ്ശികയാണെന്നും ആധാരം പണയം നൽകി വായ്പത്തുക കൈപ്പറ്റിയത് രേഖാമൂലം മാത്രമാണെന്നും ഇക്കാര്യത്തിൽ നൽകിയ പരാതിയും ആരോപണവും ഗൂഢാലോചനയാണെന്നും ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു. ഇലക്ഷൻ പ്രമാണിച്ച് എല്ലാ വർഷവും ഇതുപോലുള്ള വിഷയങ്ങൾ ബാങ്കിന് നേരെ വരാറുണ്ടെന്നും ബാങ്ക് ഇതുവരെ ഒരു തട്ടിപ്പിനും കൂട്ടുനിന്ന ചരിത്രമില്ലെന്നും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സാബു, പ്രസിഡന്റ് എം.ഡി. പ്രസാദ് എന്നിവർ അറിയിച്ചു. ബാങ്കിന്റെ പ്രസിഡന്റ് പ്രസാദ്, ബാങ്കിന്റെ സെക്രട്ടറി ടി.ഡി. സാബു. ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്താനുള്ള കാരണം ഇന്നലെ 24 ഒരു വാർത്തയുണ്ടായിരുന്നു. ബാങ്കിനെതിരായിട്ട് കൂട്ടാലപ്പറമ്പിൽ വേലായുധൻ കുമാരൻ എന്ന് പറയുന്ന ആളുടെ ആധാരം തിരിച്ചു നൽകിയില്ല എന്ന്, ലോണൊക്കെ അടച്ചു തീർത്തിട്ടും ആധാരം തിരിച്ചു നൽകിയില്ല എന്ന്, ആധാരം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ആളൊരു 24 വാർത്ത മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞിരുന്നു. അതിനൊരു മറുപടി നൽകുന്നതിനും അതിന്റെ വിശദീകരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദീകരണം സെക്രട്ടറി നൽകും. ബാങ്കിന്റെ അംഗം 6970 നമ്പർ കൂട്ടാലപ്പറമ്പ് വേലായുധൻ കുമാരൻ 11/11/2015 2 ലക്ഷം രൂപ വായ്പ എടുക്കുകയും 5/1/2017 ഈ വായ്പ അവസാനിപ്പിച്ചിട്ടും ആധാരം മടക്കി നൽകിയില്ലെന്ന് മാള പോലീസിൽ പരാതിപ്പെട്ട് സംബന്ധിച്ചാണ് വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ വിശദീകരണം നൽകുന്നത്. 2015 മാത്രമാണ് കുമാരൻ വായ്പ എടുത്തിട്ടുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം തികച്ച സത്യവിരുദ്ധമാണ്. 3/6/2009 മുതൽ ഇന്നുവരെ തുടർച്ചയായി ആലത്തൂർ സർവേ 1182/2 16 സെന്റ് വകകൾ പണയപ്പെടുത്തി വായ്പ എടുത്തിട്ടുള്ളതും നിലവിൽ ബാങ്കിലേക്ക് ബാധ്യത തുടരുന്നതിനാലുമാണ് നമുക്ക് ആധാരം തിരിച്ചു നൽകാൻ കഴിയാത്തത്. വായ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ആധാരം, അതുപോലെ തന്നെ അപേക്ഷ, ബോണ്ട്, അനുബന്ധ രേഖകളൊക്കെ ബാങ്കിൽ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. പരാതിക്കാരൻ കുമാരനും അതുപോലെ തന്നെ ഭാര്യ ഭവാനിയും ചേർന്ന് എടുത്തിട്ടുള്ള വായ്പകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വായ്പ എടുക്കുന്നത് 3/6/2009 MT നമ്പർ 719 പ്രകാരം 2 ലക്ഷം രൂപ ഭവാനി ഒന്നാം കക്ഷിയായും കുമാരൻ രണ്ടാം കക്ഷിയായും വായ്പകൾ എടുത്തിട്ടുള്ളതാണ്. ബാങ്കിന്റെ മേലൂർ ശാഖയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ വായ്പ പൂർണ്ണമായിട്ടും പണമായിട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിന്റെ ആധാരത്തിന്റെ രേഖകളാണ്. എല്ലാ രേഖകളും ബാങ്കിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. 8/2/2010 MT 813 പ്രകാരം ഈ വായ്പ 5 ലക്ഷം രൂപയായിട്ട് പുതുക്കി. അപ്പോഴാണ് പഴയ വായ്പ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മേലൂർ ബ്രാഞ്ചിൽ നിന്നും ബാക്കി തുകകൾ പണമായിട്ട് ഈ വായ്പക്കാർക്ക് നൽകിയിട്ടുണ്ട്. 2010, 11, 12, 13 എന്നീ വർഷങ്ങളിലായി 5 തവണകളായിട്ടാണ് ഈ വായ്പകൾ തിരിച്ചടച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന സംഖ്യ 25/10/2013 2.5 ലക്ഷം രൂപയുടെ ഒരു വായ്പയായിട്ട് എടുത്തപ്പോൾ ബാക്കി സംഖ്യ അടവാക്കിയിട്ടുള്ളതും ബാക്കി തുകകൾ, അതിൽ നിന്ന് ബാക്കി വന്ന തുകകൾ പണമായിട്ട് 25/10/2013 ഭവാനിക്ക് നൽകിയിട്ടുണ്ട്. ഈ വായ്പയിൽ നാളിതുവരെ 18,558 രൂപ മാത്രമാണ് പലിശ ഇനത്തിൽ അടച്ചിട്ടുള്ളത്. ബാക്കി തുകകൾ മുഴുവനായിട്ടും ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് ആകെ 7,23,548 രൂപ അടയ്ക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും അയാൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയില്ല, ആധാരം കൊടുക്കാനായിട്ട് കഴിയില്ല. മേൽ വായ്പ നിലവിലിരിക്കെ 11/11/2015 മേലൂർ ബ്രാഞ്ചിന്റെ ശാഖയിൽ നിന്നും MT 1823 പ്രകാരം
വിവാഹാവശ്യത്തിനായി 2 ലക്ഷം രൂപ കുമാരൻ വായ്പ എടുത്തു. ഈ തുക പണമായി തന്നെ ബ്രാഞ്ചിൽ നിന്ന് കുമാരന് നൽകിയിട്ടുണ്ട്. ഈ വായ്പയിലേക്ക് 15 തവണകളിലായിട്ട് 5/1/2017 ഉൾപ്പെടെ 2 ലക്ഷം രൂപ മുതലും 8,977 രൂപ പലിശയും കുമാരൻ അടച്ചു തീർത്തിട്ടുള്ളതാണ്. മറ്റു വായ്പകളായ MT 1470 2.5 ലക്ഷം രൂപയും MT 1863 10 ലക്ഷം രൂപയിൽ നിലവിൽ ഉണ്ടായിരുന്നതിനാലാണ് കുമാരൻ പറയുന്ന പോലെ 5/1/2017 ആധാരം തിരിച്ചു നൽകാൻ കഴിയാതെ വന്നത്. ഈ വായ്പ നിലവിലുണ്ടായിരുന്ന കാരണത്താൽ ഈ സമയം വരെ പറഞ്ഞാൽ ഈ പരാതി കൊടുക്കുന്ന സമയം വരെ കുമാരൻ ആധാരം ആവശ്യപ്പെട്ട് ബാങ്കിൽ വരികയോ എന്തെങ്കിലും പരാതി സമർപ്പിക്കുകയോ ഏതെങ്കിലും നിയമ സ്ഥാപനങ്ങളിൽ പോയി പരാതി കൊടുത്തിട്ടില്ല. ഏകദേശം 8 വർഷമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യാതിരുന്നതിന്റെ കാരണം അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു ബാങ്കിൽ വായ്പയുണ്ട്, അതുകൊണ്ടാണ് അയാൾ ഇത് വരാതിരുന്നത്. ഇപ്പൊ പ്രത്യേക സാഹചര്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് എങ്ങനെയെങ്കിലും ചെലുത്തിയെങ്കിലും ബാങ്കിൽ നിന്ന് ഈ ആധാരം മടക്കി കിട്ടാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. 26/6/2016 MT 863 പ്രകാരമുള്ള 10 ലക്ഷം രൂപ മേലൂർ ബ്രാഞ്ചിൽ നിന്നും വായ്പ പണമായി കുമാരൻ കൈപ്പറ്റിയിട്ടുള്ളത്. നാളിതുവരെ ഈ വായ്പയിൽ യാതൊരു തുകകളും അടച്ചിട്ടില്ല. ആ വായ്പ പ്രകാരം 24,58,316 രൂപ പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കാനായിട്ട് നിലവിലുണ്ട്. ആയതിന് ഈടായിട്ടുള്ള ഗഹാൻ 426/2016 ആർബിട്രേഷൻ നമ്പർ 6625/2022 ഈ 2 വായ്പകളിലും ആർബിട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നോട്ടീസുകളും അയാൾക്ക് നൽകിയിട്ടുണ്ട്. അത് മുഴുവൻ അയാൾ കൈപ്പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാ വർഷവും നടക്കുന്ന അദാലത്തുകളിൽ ഇയാൾ നോട്ടീസ് അയച്ച് കത്തയച്ച് വരുത്താറുണ്ട്. കാരണം എന്തെങ്കിലും ഇളവുകൾ കൊടുത്താൽ ഈ വായ്പ അവസാനിക്കും എന്ന് കണ്ടാല് അത് അടയ്ക്കുന്നതിനുള്ള സൗകര്യത്തിനാണ് ഇയാൾ വിളിക്കാറ്. ഒന്നും ഇത് സംബന്ധിച്ച് യാതൊരു പരാതികളും പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള സമനസും കത്തുകളൊക്കെ കൊടുക്കുന്നത് ഞങ്ങളല്ല, അത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ വന്ന ഉദ്യോഗസ്ഥരാണ് ഈ രേഖകളൊക്കെ നൽകുന്നത്. ഇതിന്റെ സമനസിന്റെ കോപ്പിയും അയാളത് കൈപ്പറ്റിയതിന്റെ രേഖയാണ്. ഇത് 2020-ലും 2022-ലുമാണ് ഈ വായ്പകൾ ആർബിട്രേഷൻ നടപടിയിലേക്ക് പോയത്. അന്നൊന്നും അദ്ദേഹം ഈ പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബാങ്കിനെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലാക്കി അത് എന്തെങ്കിലും തരത്തിൽ ആധാരം കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി വെണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ അത്തരത്തിലാണ് ബാങ്കിന്റെ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇപ്പോഴാണ് നാളിതുവരെ വെണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരാളുടെ ഒരു മുതലോ പെരയോ പറമ്പോ കുടിയിറക്കലോ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷത്തോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തെയും കുടിയിറക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല. പക്ഷെ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കുന്നതിലേക്ക് കൊടുത്ത പൈസയും പലിശയും ബാങ്കിന് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ കുടിയിറക്ക് ഭീഷണി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഞങ്ങൾ ഒരു തരത്തിൽ അംഗീകരിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള സാവകാശം കുമാരൻ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ പലവട്ടം സഹായിച്ചത്. ഈ വായ്പകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വായ്പകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്ഥലവും വീടുമായി ബന്ധപ്പെട്ട വായ്പകളെ കുറിച്ച്. ഇതുകൂടാതെ പല വായ്പകളും നിക്ഷേപ പദ്ധതിയിൽ അദ്ദേഹം ചേരുകയും അവർക്ക് തിരിച്ചടക്കുകയും ആവശ്യം വരുമ്പോഴൊക്കെ വായ്പകൾ എടുക്കുകയും ആ സമയത്തൊക്കെ വായ്പ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് തയ്യാറായിട്ടുള്ളതാണ്. അതുകൊണ്ട് കുടിയിറക്കുന്ന ഒരു ഭീഷണിയെ കുറിച്ച് പറയുന്നില്ല. ഒരാളെ പോലും ഇന്നുവരെ കുടിയിറക്കാത്ത ബാങ്ക് അത്തരത്തിലുള്ള നടപടികളായിട്ട് പോകുന്നില്ല. പക്ഷെ പണം തിരികെ ലഭിക്കേണ്ട സംവിധാനം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം ബാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അന്വേഷിക്കട്ടെ. അത് ബോധ്യപ്പെട്ടാൽ അതിന് വേണ്ട നടപടികൾ എടുക്കാം. ആധാരം തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ രേഖകളും ഇത് സംബന്ധിച്ച രേഖകൾ ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയാ, ഒരു പേഴ്സണൽ രേഖകളായതുകൊണ്ട് അതിന് ഫോട്ടോകൾ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. എല്ലാ രേഖകളും ഒപ്പുകളും അദ്ദേഹത്തിന്റെ ഉള്ള എല്ലാ ഫയലുകളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഫയലുകളുടെ രേഖകളും ഇവിടെ ഉണ്ട്. യാതൊരു തരത്തിലുള്ള കൃത്രിമവും ബാങ്ക് നടത്തിയിട്ടില്ല. അങ്ങനെ കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ആധാരം തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പോലീസ് അന്വേഷണം ഉണ്ടല്ലോ, അന്വേഷണം വരുമ്പോൾ ഇതൊക്കെ കൃത്യമായി ബോധ്യമാകും. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആളുകളെ ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ വായ്പ എടുത്തവർ കൃത്യമായി തിരിച്ചടക്കാൻ മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ.
നിക്ഷേപകരെ പണം കൊടുക്കാൻ കഴിയും. അത് കൊടുക്കുന്ന കാര്യത്തിൽ കണ്ണൂർ ബാങ്ക് കൃത്യതയോടെ മുന്നോട്ട് പോകുന്നു. അതിലേക്ക് മാധ്യമപ്രവർത്തകരുടെ ആളുകളുടെ വലിയ സഹായം ആവശ്യമാണ്. ഒരു തരത്തിലും വായ്പക്കാരെയോ അത്തരത്തിലുള്ള ആളുകളെയോ പീഡിപ്പിക്കുന്ന ഒരു സമീപനം നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. തെറ്റായ വാർത്ത വന്നത് 24-ലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ കേസ് പൂർത്തിയാകുമ്പോൾ നിയമ നടപടി ആവശ്യമാണെങ്കിൽ അതിലേക്ക് ഞങ്ങൾ പോകും. ഇല്ല, എല്ലാ വായ്പകളും ബ്രാഞ്ചിൽ തന്നെയാണ്. എല്ലാം ഏതാ? അതല്ല, അത് വിവാഹ ആവശ്യത്തിനുള്ള വായ്പയാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ഓരോ ആവശ്യമാണ്. ഇപ്പൊ ഇങ്ങനെ വായ്പ കിട്ടുന്ന ആളുകൾക്ക് കൃഷി വായ്പ ആവശ്യമെങ്കിൽ കൃഷി വായ്പ കൊടുക്കും. പിന്നെ ഒരു എന്താ പറയുക, പ്രതിമാസ നിക്ഷേപ പദ്ധതിയുടെ വായ്പ വിളിച്ചാൽ അതിന് ജാമ്യം നിൽക്കേണ്ടി വന്ന ഈ സ്ഥലം തന്നെ വിനിയോഗിക്കും, എന്നാലും ഉപയോഗിക്കും. ഇപ്പൊ നിൽക്കുന്ന വായ്പകൾ ഒന്ന് ഭവാനിയുടെ പേരിലും മറ്റൊന്ന് കുമാരന്റെ പേരിലുമാണ് നിലവിൽ വായ്പയായിട്ട് നിൽക്കുന്നത്. ഏതാ? ഇല്ല, അത് കുടിശ്ശിക തീർത്തതിന് ശേഷമാണ് ആ വായ്പകളൊക്കെ നൽകിയിട്ടുള്ളത്. ഏതാ? അല്ല, ഭവാനിയുടെ പേരിലാണ് ആ വായ്പ നിൽക്കുന്നത്. ഭവാനിയുടെ പേരിൽ ആ സമയത്ത് അതിന് കുടിശ്ശികയില്ല. മറ്റേത് കുമാരന്റെ പേരിലും. ആദ്യം എടുത്തത് ഭവാനിയുടെ പേരില്. ഏതാ? അതില് ഈ വായ്പ കൊടുക്കുന്ന സമയത്ത് കുടിശ്ശികയില്ല. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതിന്റെ ബാലൻസ് സംഖ്യകൾ പറയാം. അതെ, ഇല്ലില്ല, 25 ലക്ഷമായിട്ട് പുതുക്കിയിട്ടില്ലല്ലോ. ഒരു വായ്പയുടെ പ്രിൻസിപ്പൾ 2.5 ലക്ഷം രൂപയും മറ്റു വായ്പയുടെ 10 ലക്ഷം രൂപയാണ്. പലിശ ഉൾപ്പെടെ ഇപ്പൊ അടയ്ക്കാനുള്ള തുകയാണ് 25 ലക്ഷം എന്ന് പറയുന്നത്. അത് അല്ല, അതിലെ 2015 വരുമ്പോൾ അത് പുതിയ വായ്പയായിട്ട് മാറി. 2015 അതിനുശേഷം പിന്നെ 10 ലക്ഷം എടുക്കുന്നത് 2016 അന്ന് അതിൽ കുടിശ്ശികയില്ല. ഏതാ? പുതുക്കി നൽകുകയാണ് ചെയ്തത്. ഭവാനിയുടെ പേരില് വായ്പ നിൽക്കുമ്പോ കുമാരന് 10 ലക്ഷം കൊടുത്തപ്പോ അതിൽ കുടിശ്ശികയില്ല. അതായത് 2015-ലും 16-ലും വായ്പകൾ. ഇപ്പൊ നിൽക്കുന്ന 2 വായ്പകളും കൊടുത്തിരിക്കുന്നു. ഒന്ന് 2015 മറ്റൊന്ന് 2016-ലാണ്. പഴയ പുതുക്കി അതിലടച്ചിട്ടുണ്ട്. അതായത് 5 ലക്ഷം എടുത്ത വായ്പയില് 2.5 ലക്ഷം രൂപയോളം അയാള് തിരിച്ചടച്ചിട്ടുണ്ട്. അല്ല, ഒന്ന് ഭവാനിയുടെ പേരിലും, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഭവാനിയുടെ പേരിലും മറ്റൊന്ന് കുമാരന്റെ പേരിലുമാണ്. മനസ്സിലായ? പിന്നെ വായ്പകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പകൾ കൊടുക്കും. മനസ്സിലായ? ഈ കുമാരൻ വായ്പ എടുത്ത് വിവാഹ ആവശ്യത്തിനാ, ഭവാനിയുടെ പേരിലുള്ള വായ്പ വീട്ടാവശ്യത്തിനാ. ഭവാനിയുടെ പേരിലാണ് 2009 എടുക്കുന്ന വായ്പ 2010 അവസാനിപ്പിച്ചു. മനസ്സിലായോ? അതിനുശേഷം 2010 പുതിയ വായ്പയാണ്. അതിനുശേഷം 2013 വീണ്ടും മറ്റൊരു വായ്പ എടുക്കുന്നത്. അതിന് 2 ലക്ഷം രൂപ 2015 എടുത്തു. 2016 10 ലക്ഷം എടുത്തു എന്ന് പറയുമ്പോ 2017 2 ലക്ഷം ക്ലോസ് ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിലുള്ള കണക്കായിട്ടല്ലേ? അല്ല, അത് 5 ലക്ഷമായിരുന്നു വായ്പ. അതിൽ 2.5 ലക്ഷം രൂപ അയാൾ അടച്ചിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ അയാൾ തിരിച്ചടച്ചിട്ടുണ്ട്. ആ സമയത്താണ് 10 ലക്ഷം രൂപ വീണ്ടും കൊടുത്തത്. ക്യാഷ് ആയിട്ട് കൊടുത്തത്. ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ഇപ്പോഴാണ് 2 ലക്ഷം വരെ കൊടുക്കാനുള്ള നിയന്ത്രണം വന്നത്. അന്ന് വന്നിട്ടില്ല അത്ര നിയന്ത്രണങ്ങൾ. നോട്ട് നിരോധനത്തിന് ശേഷമാണ് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷനുകൾ വന്നത്.
അയാള് അതുവരെയുള്ള വായ്പകളൊക്കെ തിരിച്ചടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് വായ്പ കൊടുത്തത്. അല്ലെങ്കിൽ കൊടുക്കുമോ? പല വായ്പകളും നിങ്ങൾക്ക് അതിൽ വായിച്ചു തന്നെ അറിയാം. ഓരോ വായ്പകളും അയാൾ അതാത് സമയങ്ങളിൽ തിരിച്ചടച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അയാള് തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഇനി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അതായത് വായ്പ നമ്മൾ കൊടുത്ത ആളുകള് എനിക്ക് തന്നത് നിയമവിരുദ്ധമാണ്, ഞാൻ തിരിച്ചടക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയായാലും നമ്മുടെ ബാങ്കുകളൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞ അവര് ഇത് സംബന്ധിച്ച രേഖകള് അവര് പറയുന്നത് മാത്രമല്ലല്ലോ സത്യം. അത് നമുക്കറിയില്ല. അതിനുള്ള എവിഡൻസ് വരും. ഇതെല്ലാ രേഖകളും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വന്ന് തൊട്ടടുത്ത് ഇനിയിപ്പോ പോലീസ് പരിശോധിച്ചാൽ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ ആർബിട്രേഷൻ കൊടുത്തപ്പോഴും പോസ്റ്റ് ഓഫീസിൽ കൊടുത്തപ്പോഴും ഈ വെള്ളപ്പ് തന്നെയാണ്. എൻക്വയറി നടത്തില്ല. നമ്മൾ മൊഴി മാത്രമേ എടുത്തിട്ടുള്ളൂ. എഫ്ഐആർ ഇട്ടത്. ഇനിയിപ്പോ രേഖകൾ പരിശോധിക്കും. എല്ലാ രേഖകളും പരിശോധിക്കും. ഇല്ല 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 ഇല്ല. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് അന്വേഷിക്കണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ പറയാ, കുമാരനാണ് ആ പൈസ കൈകാര്യം ചെയ്യുന്നത്. അയാൾക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുക്കണം. അതെ അതെ. ക്യാഷ് റെസിപ്റ്റ് ഉണ്ട് ഇവിടെ. അയാളുടെ സ്ഥലമാണ് വീട് വെച്ചിരിക്കുന്നത്. വേറെ ജാമ്യക്കാരന്റെ ആവശ്യമില്ല. അയാൾക്ക് പൈസ കൊടുത്തതിന്റെ ഓഫീസറാണ്. അയാളതിൽ കയ്യൊപ്പ് വെച്ചിട്ടുണ്ട്. അത് പോലീസ് പരിശോധിച്ചിട്ട് കളവാണെങ്കിൽ അതനുസരിച്ച് നടപടി എടുക്കട്ടെ. തമ്പ് ഒപ്പിടാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഭാര്യ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അയാൾ പൈസ അടയ്ക്കാൻ പറ്റാത്ത പ്രയാസത്തിലാണ്. അത് മാത്രമല്ല, അയാൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ബാധ്യത അവിടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലുമാണ്. ഇപ്പൊ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നറിയില്ല. ഞങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. മനസ്സിലായ ഞങ്ങളുടെ മറ്റേ കർഷക സേവന കേന്ദ്രത്തിൽ സ്ഥിരമായി തേങ്ങ ഒതിക്കാനൊക്കെ വരുന്ന ആളാണ്. പക്ഷെ എന്തോ അദ്ദേഹം പണം കൊടുത്ത ആരെങ്കിലും അദ്ദേഹത്തെ നിരാകരിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിരിക്കും അദ്ദേഹം ഇത്തരം നടപടിയായിട്ട് പോയത്. ഞങ്ങൾക്ക് അയാളുടെ വിരോധമൊന്നുമില്ല. അയാൾക്ക് ഞങ്ങളോട് വിരോധമില്ല. പക്ഷെ പണം അടയ്ക്കാനും ഇപ്പൊ അയാൾക്ക് പറ്റണില്ല. അത് 2025 ഇപ്പൊ ഇഷ്യൂ വന്നത്. ഇങ്ങനെ ഒരു ആക്ഷേപം അയാള് ഉന്നയിച്ചത്. ആർബിട്രേഷൻ നടപടി അയാളെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ആഗ്രഹം നമുക്കില്ല. കുടിയിറക്കാനുള്ള ആഗ്രഹവും നമുക്കില്ല. പണം കിട്ടാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. അത് ആദ്യം തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞു അല്ലെങ്കിൽ ഈ ആക്ഷേപം തീരട്ടെ, ഞാനല്ല പണം എടുത്തേ എന്നുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ അത് തീരട്ടെ. അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്രിമ രേഖ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. അതിനുശേഷം മറ്റു നടപടിയിലേക്ക് പോവാം. ബാങ്കില് കുമാരന്റെ പേരിലും അയാളുടെ ഭാര്യയുടെ പേരിലും മാത്രമേ വായ്പയുള്ളൂ. ഈ ആധാരപ്രകാരം അവർ രണ്ടുപേരുടെ പേരിൽ വായ്പയുള്ളൂ. പിന്നെ ഇദ്ദേഹം പണം എടുത്ത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തോ ആരെങ്കിലും കൊടുത്തോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പറ്റില്ല. സെക്രട്ടറിക്ക് അവിടുത്തെ ഇങ്ങനെ വയ്ക്കണേ ഇല്ല.